മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ തൃശൂർ എംപിയും നിയുക്ത മന്ത്രിയുമായ സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ സ്വീകരിച്ചു ആനയിച്ചു. വകുപ്പ് സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. UKGയിൽ കയറിയ അനുഭവമാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്ന് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് സുരേഷ് ഗോപി പറഞ്ഞു. ശരിക്കും ഞാനിപ്പോൾ ഒരു UKG വിദ്യാർത്ഥിയാണ്. തീർത്തും പുതിയ സംരംഭമാണ് താൻ ഏറ്റെടുത്തത്. സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ഒന്ന് പഠിച്ചോട്ടെ. കേരളത്തെ ടൂറിസം രംഗത്ത് ഭാരതത്തിന്റെ തിലകക്കുറിയാക്കുമെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനങ്ങളാണ് തനിക്ക് ഈ അവസരം നൽകിയത്. തൃശൂരിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് CPI സ്ഥാനാർത്ഥി സുനിൽകുമാറിനെ 74,686 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ ഞായറാഴ്ചയാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കാൻ പോകുന്നുവെന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഇത് തീർത്തും തെറ്റാണ്. മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം സുരേഷ് ഗോപി പിന്മാറുന്നുവെന്ന വാർത്ത വന്നതിന് കാരണം സുരേഷ് ഗോപി പല സിനിമകളിലും അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് സുരേഷ് ഗോപിക്ക് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നത് അങ്ങനെയാണ്. അതേസമയം തന്നെ തനിക്ക് സഹമന്ത്രി സ്ഥാനം കിട്ടിയതിൽ താൻ തൃപ്തനാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ചുമതലയേറ്റ് അദ്ദേഹം രംഗത്ത് വന്നത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതേസമയം ട്രാൻസ്പോർട്ട് ഭവനിലുള്ള ടൂറിസം വകുപ്പ് കാര്യാലയത്തിലേക്ക് സുരേഷ് ഗോപി വൈകാതെ യാത്ര തിരിക്കും. അവിടെ എത്തിയാകും ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുക. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യൻ 11:30 ചുമതലയേൽക്കുമെന്നാണ് വിവരം. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകളാണ് ജോർജ് കുര്യന് ലഭിച്ചത്.